നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതിയിൽ ഇപ്പോഴും വാദം തുടരുകയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ വാദത്തിൽ വലിയ ചില പ്രത്യേകതകളുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകൻ അദ്ദേഹത്തിൻ്റെ വാദമുഖങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു. സത്യത്തിൽ ഈ യുവതീ പ്രവേശനത്തെ എതിർക്കുന്ന, ആചാരങ്ങളെ സംരക്ഷിക്കണം എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ വാദിക്കുന്ന ആളുകളുടെ വാദം കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായിരുന്നു. അപ്പോൾ സർക്കാരിന് ഒരവസരം മാത്രമേ കിട്ടിയുള്ളൂ. പിന്നീട് ഉള്ള അവസരം ഈ യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവരോടൊപ്പം നടത്താൻ കോടതി അനുമതി കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ തൻ്റെ വാദമുഖങ്ങൾ നിരത്തിയത്. കേരളത്തിലെ ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെ കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി അഭിഭാഷകൻ വാദിച്ചത് ഭരണഘടനയുടെ 20-ാം വകുപ്പ് അനുവദിച്ചു നൽകുന്ന മതസ്ഥാപനങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തെക്കാൾ ഉപരിയായി വ്യക്തി സ്വാതന്ത്ര്യങ്ങളിൽ അധിഷ്ഠിതമായി വ്യക്തികളുടെ അവകാശങ്ങൾ മുൻനിർത്തി ആചാരങ്ങളിലും മറ്റ് അനുഷ്ഠാനങ്ങളിലുമെല്ലാം കോടതി ഇടപെടണം എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ വാദിച്ചത്. നമുക്കറിയാം, 2018 യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ആ വിധി വരുമ്പോൾ ആ വിധിയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ശബരിമലയ്ക്കെതിരായ ഒരു വലിയ രാഷ്ട്രീയ നീക്കം നടത്തിയ പാർട്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന LDF സർക്കാർ. ആ LDF സർക്കാർ ശബരിമലയെ തകർക്കാൻ ആ വിധി ഉപയോഗിച്ച് ചില പ്രവർത്തനങ്ങൾ നടത്തി. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏത് വിധേനയും യുവതികളെ പ്രവേശിപ്പിച്ച് അടങ്ങൂ എന്ന നിർബന്ധം പിടിച്ചുകൊണ്ട് ഭക്തജനങ്ങളുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അവിടെ ആചാര ലംഘനം നടത്തി വിജയിപ്പിക്കുകയായിരുന്നു അന്ന് പിണറായി വിജയൻ ചെയ്തത്. പിന്നീട് സ്ത്രീകൾ കയറിയില്ലോ എന്ന് ചോദിച്ചതാണ്, അല്ലെങ്കിൽ ഹർത്താൽ നടത്തുന്നില്ലേ എന്നൊക്കെ ഹിന്ദുക്കളോട് ചോദിച്ച ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. എന്നാൽ കാലം ചെല്ലും തോറും അതിന്മേൽ ഒരു പരിഹാരം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പശ്ചാത്താപം എന്ന നിലയിൽ പിന്നീട് അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്താൻ സർക്കാർ ശ്രമിച്ചു. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സത്യവാങ്മൂലം തിരുത്തുമെന്ന സൂചന നൽകി. അതായത് ഇനി സുപ്രീം കോടതി ഈ കേസ് വാദിക്കാൻ എടുക്കുമ്പോൾ ആചാരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ വികാരത്തിനൊപ്പം നിന്നുകൊണ്ടേ നിലപാട് സ്വീകരിക്കുകയുള്ളൂ എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ അതേ CPM ആ സർക്കാർ, ഇപ്പോൾ സർക്കാരിൻ്റെ അഭിഭാഷകൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആചാരത്തിനെതിരെ ഇന്നലെ വാദിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഭക്തർക്കൊപ്പം എന്ന് പറയുകയും തെരഞ്ഞെടുപ്പിന് മുമ്പ് ശബരിമലയിലെ ആചാരങ്ങൾ സംരക്ഷിക്കുമെന്ന് പറയുകയും മുൻ നിലപാട് തിരുത്തുകയും ചെയ്യുമെന്ന് പറയുന്ന സർക്കാരാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം അടുത്ത മുഖ്യമന്ത്രി വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഈ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്നവർക്കൊപ്പം നിന്നുകൊണ്ട് ആചാരങ്ങളെ സംരക്ഷിക്കേണ്ടതില്ല എന്ന് വാദിക്കുന്നവർക്കൊപ്പം നിന്നുകൊണ്ട് ഇന്നലെ സുപ്രീം കോടതിയിൽ വാദിച്ചത് എന്നതാണ് കേരളത്തിലെ ജനങ്ങളെ ഞെട്ടിച്ച ഒരു കാര്യം. സർക്കാർ കാലുമാറിയിരിക്കുന്നു. ഇപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം സർക്കാരിലുണ്ട്. ആ സ്വാധീനം വെച്ചുകൊണ്ടാണ് പോകുന്ന പോക്കിൽ ശബരിമല ഭക്തർക്കൊപ്പം, അയ്യപ്പ ഭക്തർക്കൊപ്പം എന്ന് പറഞ്ഞിരുന്ന സർക്കാർ അയ്യപ്പ ഭക്തന്മാരെ വഞ്ചിച്ചുകൊണ്ട് നിർണായക ഘട്ടത്തിൽ സുപ്രീം കോടതിയിൽ വാദമുഖങ്ങൾ നിരത്തിയത് എന്നത് ശ്രദ്ധേയമാണ്. എന്തായാലും ശബരിമല കർമ്മ സമിതി അടക്കമുള്ള സംഘടനകൾ ഇതിനെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കിക്കൊണ്ട് പുതിയ സർക്കാരിന് ജനങ്ങളിപ്പോൾ അധികാരം നൽകിയിട്ടുണ്ട്. ആ അധികാരം നൽകിയ സർക്കാർ ഉടൻ തന്നെ സംസ്ഥാന ഭരണം ഏറ്റെടുക്കണം എന്നാണ് ശബരിമല കർമ്മസമിതി ആവശ്യപ്പെടുന്നത്. എത്രയും വേഗം ഈ ശബരിമല വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സത്യവാങ്മൂലം, കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം പിൻവലിച്ച് പുതിയ നിലപാട്, ഭക്തർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് ശബരിമല കർമ്മ സമിതി അടക്കം ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. കാരണം ഇന്നിപ്പോൾ ഇവിടെ സർക്കാർ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയ CPIM പിണറായി വിജയനും രാജിവെച്ച് പോയിരുന്നു. പുതിയൊരു സംവിധാനം ഉണ്ടാകുന്നതുവരെ കാവൽ മന്ത്രിസഭയായി തുടരാൻ ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു. ഈ സമയം വിനിയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശബരിമലയ്ക്കെതിരായ നീക്കങ്ങൾ സർക്കാർ നടത്തിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദു സംഘടനകളും ഭക്തജനങ്ങളും ഒരേ സ്വരത്തിൽ പുതിയ സർക്കാർ എത്രയും വേഗം ശബരിമല വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കണമെന്നും കോടതിയെ അറിയിക്കണമെന്നുമാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ശബരിമല വിഷയത്തിൽ വിധി പുനഃപരിശോധിക്കുന്നത് സംബന്ധിച്ച വാദം ഇപ്പോൾ സുപ്രീം കോടതി കേട്ടുകൊണ്ടിരിക്കുകയാണ്.
സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ചാണ് ഇത് പരിശോധിക്കുന്നത്. ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണം, യുവതീ പ്രവേശനത്തെ എതിർക്കുന്നു എന്ന് പറയുന്ന കക്ഷികളുടെയെല്ലാം വാദം ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ആദ്യഘട്ടത്തിൽ ഒരു നവോത്ഥാന നായകന്മാരടങ്ങുന്ന ഒരു സമിതി, ആ സമിതി പുനഃപരിശോധിക്കണമെന്നൊക്കെയാണ് LDF സർക്കാർ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോടതിയിൽ പറഞ്ഞിരുന്നത്. തന്ത്രിയടക്കമുള്ളവർ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കണമെന്നും അതിനകത്ത് കോടതി ഇടപെടരുതെന്നുമാണ് വാദം ഉന്നയിച്ചത്. കേന്ദ്ര സർക്കാർ ഇതിൽ ശക്തമായ വാദം ഭക്തർക്ക് അനുകൂലമായി നിരത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ കോടതി ഇടപെടേണ്ട കാര്യമേ ഇല്ല, അതെല്ലാം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ടുള്ള കാര്യമാണ്. അവിടെ ശബരിമലയിൽ നടക്കുന്നത് അത് അത്യന്തം ആധ്യാത്മികമായ കാര്യങ്ങളാണ്. അത് കോടതിയിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് അവിടെ ഒരു കോടതിയുടെ ഇടപെടലിൻ്റെ ആവശ്യമില്ല എന്ന് സർക്കാർ കൃത്യമായി പറഞ്ഞു. കേന്ദ്ര സർക്കാർ യുവതീ പ്രവേശനത്തെ എതിർത്തുകൊണ്ട് തന്നെയാണ് വാദമുഖങ്ങൾ നിരത്തിയത്. ഇതാദ്യമായിട്ടാണ് ശബരിമല വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇത്രയും ശക്തമായ വാദമുഖങ്ങൾ നിരത്തുന്നത്. എന്നാൽ ഇപ്പോൾ തങ്ങളുടെ ആദ്യ വാദമുഖങ്ങളെ തന്നെ ദുർബലമാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഈ യുവതീ പ്രവേശത്തെ അനുകൂലിക്കുന്നവരോടൊപ്പം ചേർന്നുകൊണ്ട് ഹിന്ദുക്കളെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വഞ്ചിച്ചിരിക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്.